വഖഫ് ബോർഡിൽ മുസ്ലിം ഇതര അംഗങ്ങളെ ഉൾപ്പെടുത്താനുള്ള നീക്കത്തിൽ സമസ്തയിൽ ഭിന്നാഭിപ്രായം. മുസ്ലിം ഇതര അംഗങ്ങളെ നിയമിക്കുന്നതിൽ ബോർഡിന് എതിർപ്പില്ല എന്ന് ഉമർ ഫൈസി മുക്കം റിപ്പോർട്ടറോട് പറഞ്ഞു. സർക്കാർ വഖഫ് ബോർഡ് പിരിച്ചുവിടാൻ ശ്രമിക്കുകയാണെന്നും ഒഴിവ് നികത്താൻ പൂർണ്ണമായി ബോർഡ് പിരിച്ചുവിടേണ്ട സാഹചര്യമില്ല എന്നും ഉമർ ഫൈസി മുക്കം പറഞ്ഞു. വഖഫ് ബോർഡിനെ മരവിപ്പിച്ച ഹൈക്കോടതി വിധിക്കെതിരെ ഉമർ ഫൈസി മുക്കം സുപ്രീം കോടതിയിൽ ഹർജി നൽകി. സർക്കാരിന് നിയമിക്കേണ്ട എപ്പോഴും നിയമിക്കാം. പിന്നെ അതിന് വേറെ കോടതിയിൽ പോയിട്ട് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർ നിയമിക്കാത്ത കുറ്റം അവരുടെ കുറ്റമാണ്. ബോർഡല്ല നിയമിക്കേണ്ടത്. സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്നപ്പോ അതിനെല്ലാവരും എതിർത്തിട്ടുണ്ട്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമായില്ലേ, പിന്നെ അത് അംഗീകരിക്കണം. അത് ചെയ്യേണ്ടത് പിന്നെ സർക്കാരാണ്. സർക്കാർ ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാർ അതിന് എന്താക്കാണ് മറ്റുള്ളവരെ തോളിൽ വിട്ടിട്ട് സർക്കാർ കുതിരളിക്കാം. രണ്ടാളെ വേക്കന്റ് ഉണ്ടെങ്കിൽ അത് എപ്പോഴും അവർക്ക് നിയമിക്കാം. അതിപ്പോ നിയമിച്ചാൽ മതി. അതിന് കോടതിയിൽ പോയിട്ട് കളിക്കേണ്ട ആവശ്യമില്ല. അക്കളി ഒപ്പോഴും പിരിച്ചുവിടണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെയാണ്. VS രഞ്ജിത്ത് വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇപ്പോൾ ഉമർ ഫൈസി മുക്കം പറയുന്നത് എന്താണ്? ഇപ്പോൾ മുസ്ലിം ഇതര അംഗങ്ങൾ വരുന്നതിൽ അതിപ്പോൾ കേന്ദ്രം തീരുമാനമെടുത്തു കഴിഞ്ഞു, നിയമമായി കഴിഞ്ഞിരിക്കുന്നു. ഇതിന്റെ പേരിൽ ഇനി ബലം പിടിച്ചിട്ട് കാര്യമില്ല എന്നാണോ പറയുന്നത്? നിലവിലെ ബോർഡ് പിരിച്ചുവിടുന്ന കാര്യത്തിൽ UDF സർക്കാരിന് ഒരു തീരുമാനമുണ്ട്. അതിനെയാണോ ഇപ്പോൾ ഉമർ ഫൈസി മുക്കം വിമർശിക്കുന്നത്? സ്മൃതി, ഒരു വ്യത്യസ്തമായ നിലപാടാണ് ഉമർ ഫൈസി മുക്കം ഇക്കാര്യത്തിൽ പറയുന്നത്. ബോർഡ് പിരിച്ചുവിടാനുള്ള നീക്കം അത് ആശാസ്യകരമായ നീക്കമല്ല. കാരണം ബോർഡ് ഇപ്പോൾ നിലവിൽ വന്നിട്ടുള്ളൂ, കാലാവധി ബാക്കിയുണ്ട്. ബോർഡ് പിരിച്ചുവിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാരിന് വേണമെങ്കിൽ ഇപ്പോൾ ഒഴിവുള്ള 2 അംഗങ്ങളുടെ ഒഴിവ് നികത്താം. ഒഴിവ് നികത്തുന്നത് അമുസ്ലിം അംഗങ്ങളെ നിയമിച്ചുകൊണ്ടാണെങ്കിൽ അത് സർക്കാർ ചെയ്യട്ടെ. കാരണം കേന്ദ്ര സർക്കാർ നിയമമായി കഴിഞ്ഞു. നിയമം ഉണ്ടാക്കുന്ന ഘട്ടത്തിൽ എല്ലാവരും എതിർത്തിരുന്നു. നിയമമായി കഴിഞ്ഞാൽ പിന്നീട് അംഗീകരിക്കുകയാണല്ലോ വേണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അമുസ്ലിം അംഗങ്ങളെ സർക്കാർ നിയമിക്കട്ടെ. പക്ഷേ അതിനുവേണ്ടി ഇപ്പോൾ കോടതിയിൽ പോയി ഞങ്ങൾ ഈ ബോർഡ് തന്നെ പുനഃസംഘടിപ്പിക്കും എന്ന് പറയുകയും നിലവിലുള്ള ബോർഡിനെ പിരിച്ചുവിടാനുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നത് തെറ്റാണ്. ബോർഡ് പിരിച്ചുവിടേണ്ട സാഹചര്യമില്ല. അതിന് പകരം 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കട്ടെ. അത് സർക്കാർ ചെയ്യട്ടെ. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിന് പകരം ഈ കാര്യത്തിൽ ബോർഡ് പൂർണ്ണമായും പിരിച്ചുവിടാനുള്ള നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അതിനെതിരെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത് എന്നാണ് ഉമർ ഫൈസി മുക്കം പറയുന്നത്. VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.